ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിന് വേണ്ടി ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ ഭാഗത്തുള്ളതായ ഭാഗ്യവർണ്ണനകളിലൂടെയാണ് കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. ആ ഭാഗ്യവർണ്ണനകളിൽ ഒടുവിലത്തേതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ അവിടെ വേറിട്ട നിലയിൽ ഒരു ഭാഗ്യവാനെക്കുറിച്ചുള്ളതായ സത്യങ്ങൾ നാം കാണുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. കർത്താവിൻ്റെ നിമിത്തം പഴിയും ഉപദ്രവവും ദൂഷണവും ഒക്കെ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നുള്ളതായ ആ വലിയ സത്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തു വന്നതുപോലെ കർത്താവിൻ്റെ ഈ വാക്കുകൾ അതുപോലെ വിശ്വസിക്കുവാനും പ്രായോഗികമാക്കുവാനും കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് വരികയായിരുന്നു. ആ ബന്ധത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നാമം നിമിത്തം എന്നുള്ളതായ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം എന്നുള്ളതായ പ്രയോഗം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ധാരാളം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്, ലേഖനങ്ങളിലും ഉണ്ട്. അപ്പോൾ ആ നാമത്തിൻ്റെ മഹത്വം നമുക്ക് അങ്ങനെയുള്ള വേദഭാഗങ്ങളിലൂടെ ഓർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ വേദഭാഗവും നമ്മൾ ഇതിൽ ചിന്തിക്കുന്നില്ല. ഒരു വേദഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ നാമം നിമിത്തം വിട്ടുകളയുന്ന വളരെ വിലപ്പെട്ടതെന്ന് തോന്നാവുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏത് സാഹചര്യത്തിലാണ് ഈ വിട്ടുകളയേണ്ടി വരുന്നത്? വിട്ടുകളയുന്നതിൻ്റെ 7 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ വിട്ടുകളയുക എന്ന് പറയുന്നതുകൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്നുള്ളത് ഞാൻ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിലൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു വരികയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവിനെ അനുഗമിക്കുവാൻ അവസരം കിട്ടിയ, കർത്താവ് നേരിട്ട് വിളിച്ച ഒരാൾ പറഞ്ഞൊരു ഉത്തരത്തിലൂടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്ത് തടസ്സം പറഞ്ഞു? ഈ വാക്യം നോക്കിക്കൊണ്ട് വരണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ നാമം നിമിത്തം വിട്ടുകളയുക എന്ന് പറയുന്നതിൻ്റെ ലളിതമായ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവനെ അനുഗമിക്കണമെങ്കിൽ വേറൊരു വഴിയുമില്ല, അപ്പനെ വിട്ടുകളയണം. കാരണം കർത്താവിനെ അനുഗമിക്കാൻ അപ്പന് താല്പര്യമില്ല. അപ്പോൾ അപ്പനെ പ്രസാദിപ്പിച്ച് നിൽക്കണമെങ്കിൽ കർത്താവിനെ അനുഗമിക്കണ്ട എന്ന് തീരുമാനിക്കണം. അപ്പം അങ്ങനെ തീരുമാനിക്കാൻ ഒരു വിഷമമാണ്. അപ്പം അതുകൊണ്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, അപ്പനെ കുഴിച്ചിട്ടിട്ട് ഞാൻ വരാം, അപ്പൻ്റെ കാലം കഴിഞ്ഞാൽ വരാം, എനിക്ക് വളരെ താല്പര്യമാണ്, പക്ഷേ അപ്പന് താല്പര്യമില്ല എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ വാക്കൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എൻ്റെ നാമം നിമിത്തം അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും സഹോദരികളെയും
എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൻ്റെ ലളിതമായ അർത്ഥം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വേദഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിൻ്റെ തുടക്കവാക്യങ്ങളിൽ 57-ാമത്തെ വാക്യത്തിൽ ഇങ്ങോട്ട് വന്ന് ഞാൻ നീ എവിടെ പോയാലും അനുഗമിക്കാം എന്ന് കർത്താവിനോട് പറയുകയാണ്. അവന് വളരെ താല്പര്യമായിട്ടാണ് വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ വളരെ താല്പര്യമായിട്ടാണ് വന്നതെങ്കിലും കർത്താവ് വളരെ അസാധാരണമായ ഉത്തരമാണ് അവനോട് പറയുവാനിടയായിട്ട് തീർന്നത്. എന്ന് പറഞ്ഞാൽ കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതിക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കാതലായ പാഠം ചിന്തിച്ചു വരികയായിരുന്നു. അതൊരു പകുതി പറഞ്ഞ് നിർത്തിയത് കൊണ്ടാണ് ഇത്രയും കാര്യം ഓർപ്പിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ അവൻ കർത്താവിനെ അനുഗമിക്കാം എന്ന് പറയുമ്പോൾ അവൻ്റെ ആന്തരം ശരിയല്ലായിരുന്നു, അവൻ്റെ ലക്ഷ്യത്തിൽ പിഴവുണ്ടായിരുന്നു എന്നുള്ളത് മനുഷ്യർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അവൻ്റെ വാക്കുകളൊക്കെ കേട്ടാൽ ഭയങ്കര താല്പര്യമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ കർത്താവ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായ താല്പര്യം തിരിച്ചറിഞ്ഞ് പെരുമാറുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്നൊരു വലിയ സത്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സാമ്പത്തികമായ നന്മകൾ, താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് പാടില്ല. കർത്താവ് ആ സന്ദേശം ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് വ്യക്തമാക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നതായ അതിപ്രധാനമായ ഒരു സത്യമാണിത്. അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നതാണ്. എന്നെ ഇന്ന് പകരം ഒരാൾ ടെലിഫോണിൽ വിളിക്കാനിടയായി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ദിവസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് താല്പര്യമൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലല്ല, അദ്ദേഹം യോഗങ്ങൾക്കൊക്കെ വേറൊരു കൂട്ടത്തിലാണ് പോകുന്നത്. എങ്കിലും ഇങ്ങനെ തുടർമാനമായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം തനിക്ക് പരിചയമുള്ളതായ ഒരാളെക്കുറിച്ച് സംസാരിച്ചു. എനിക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ വഴിയിൽ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേയേറെ സമ്പത്ത് ഈ വഴിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വിളിക്കാനും സംസാരിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ദൈവഭക്തിയുടെ വഴിയിൽ, അങ്ങ് നേരെ പറഞ്ഞാൽ സുവിശേഷ വേലയുടെ പാതയിൽ സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതായ താല്പര്യങ്ങൾ വന്നു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അത് പുതുതായിട്ടൊന്നും തുടങ്ങിയതല്ല, കർത്താവിൻ്റെ കാലത്തും അത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ സംഭാഷണത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. കർത്താവിനെ ഈ ലക്ഷ്യത്തിൽ അനുഗമിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ അനുഗമിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 1-9-14 പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കാനിടയായിട്ട് തീർന്നത്. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷത്താൽ ഉപജീവിക്കുവാനേ അനുവാദമുള്ളൂ. സുവിശേഷം ഒരാദായ മാർഗമായിട്ട് കാണുവാൻ ഇടയായിട്ട് തീരാൻ പാടില്ല എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ദൂതും കൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്. ആ ദൂതും നമുക്കാർക്കും പുതുമയുള്ളതല്ല എന്നെനിക്കറിയാം. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വിശ്വാസി സമ്പത്തും എന്നുള്ളതായ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്.
അപ്പോൾ ആ പുസ്തകത്തിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ഇല്ലാതിരുന്ന പലരുമൊക്കെ പിള്ളേരായിട്ട് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലൊരു കാതലായ കാര്യം ഒന്ന് എടുത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതം ലളിതമായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. കാരണം നമ്മുടെ കർത്താവിൻ്റെ മാതൃക അതാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം എന്തോ ഒരു ലളിതമായ ജീവിതമായിരുന്നു. കഴിഞ്ഞ നാളിൽ ഭക്തന്മാരായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ ആ വഴിയാണ് പിൻപറ്റുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ബന്ധത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അടി പാട്ട് ഇങ്ങനെ തന്നെ പാടുകയൊക്കെ ചെയ്യാറുണ്ട്. പല പാട്ടുകൾ പാടാറുണ്ട്. അതിൽ ഒരു ലൈൻ നിങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരുന്നാൽ നല്ലതാണ്. നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടാണത്. അതിലൊരു ലൈൻ നമുക്കൊന്ന് ചേർന്ന് പാടാം. ഓർമുൾക്കീരീടം അല്ലയോ നാഥൻ ലക്ഷണോ തൽയോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകം നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ താൻ നിത്യ രാജ്യത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പാട്ടിൻ്റെ ലൈനുകൾ എന്നെ ഏറെ സഹായിച്ചുകൊണ്ടിരിക്കുന്നൊരു ലൈനായതുകൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗുരുനാഥൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ ജീവിതമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകണം എന്നാഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ അത് സാമാന്യം വിശദമായിട്ട് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളായ നമുക്ക് അങ്ങനെ ഒരു ജീവിത ശൈലി സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയഗോളത്തിൽ ആഡംബരം ഏറെ കുറ്റപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ ആവശ്യമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കാനായിട്ട് പാടില്ല, പിന്നെ കട്ടിൽ കീഴെ വെക്കാനായിട്ടും പാടില്ല. ഇപ്പോൾ പറഞ്ഞാൽ അതങ്ങ് മനസ്സിലാകാൻ കുറച്ച് വിഷമമാണ്. പക്ഷേ ബൈബിൾ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ ഈ കട്ടിലൊക്കെ ആ കാലഘട്ടത്തിൽ ഒരാഡംബര വസ്തുവായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ അങ്ങനെ കട്ടിലൊന്നും കിടക്കാവുന്നതായ സൗകര്യങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ബന്ധത്തിൽ ഞാനത് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിശദീകരണം ശരിയായാലും തെറ്റായാലും ഒരു കാര്യം ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ആഡംബരത്തിൽ കർത്താവ് നമ്മിൽ പകർന്ന വെളിച്ചം മറഞ്ഞു പോകാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ദൈവമക്കളായ നാം ഈ വലിയ അപകടത്തിൽ പെടാതെ പോരാട്ടത്തോടെ ജീവിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. അവിടെ നായർ സാഹിബ് പാട്ടിൽ പറയുമ്പോൾ ആവർത്തിച്ച് എടുത്തു പറയുന്നതായ കാര്യം, ഞാൻ നല്ല പോർ പൊരുതും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതായ കണികളിൽ പെടാതെ വണ്ണം പോരാട്ടത്തോടെ ആ ഭക്തൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാകാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. ബാസൽ മിഷൻ്റെ ഒരു മിഷണറി ആയിട്ട് അവരുടെ ബംഗ്ലാവിൽ താമസിക്കുമ്പോഴാണ് വേദപുസ്തകം വായിച്ച് വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് എന്നുള്ളതായ ആ വലിയ സത്യം ആ ദൈവഭക്തൻ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീർന്നത്. ബാസൽ മിഷൻ്റെ കൃത്യമായ ശമ്പളവും നല്ല സമൃദ്ധിയായ ജീവിത സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെളിച്ചം ആ ദൈവദാസന് ലഭിക്കാനിടയായിട്ട് തീർന്നത്. എന്ത് അനുസരണമായിരുന്നു അദ്ദേഹം കാണിച്ചത്! ആ വെളിച്ചം ലഭിച്ചപ്പോൾ താൻ ആ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച്
തനിക്കുണ്ടായിരുന്ന അത്യാവശ്യം സാധനങ്ങളും ഒരു കാളവണ്ടിയിൽ കയറ്റി ആ ബംഗ്ലാവ് വിട്ട് ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനോട് ദൈവം എന്തൊക്കെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. കാളവണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ തനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളതായൊരു ഇറങ്ങിപ്പോക്കായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം അതിലൊരു ക്രമീകരണം ഒരുക്കി. പിൽക്കാലത്ത് തനിക്ക് ദൈവം കൊടുത്ത ഉൾക്കാഴ്ചയിൽ എത്രയോ ഫലകരമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കത്തക്കവണ്ണം ആ ദൈവദാസനിടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ പാപത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളത് ഓർക്കാറുണ്ട്. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുള്ള ജീവിത ദർശനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. ഉണ്മാനും ഉടുപ്പാനുമുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംതൃപ്തിയോടുകൂടി ലളിതമായ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു സത്യം കൂടി ഞാനിവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. ആഡംബരം അതിൽ തന്നെ പാപമാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ ശിക്ഷയുണ്ട് എന്നുള്ളത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ളൊരു വാക്യം മാത്രം പറഞ്ഞ് പോകാം. അത് ഏതാണെന്ന് നിങ്ങൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മർമ്മം മഹദിയാൻ ബാബിലോണിൻ്റെ പാപത്തെ വിശദീകരിക്കുന്നിടത്താണ് ഈ വലിയ അപകട മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ആ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവൾക്ക് പീഡയും ദുഃഖവും കൊടുത്തു. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചേടത്തോളം ആ വാക്യത്തിനൊരു ഇംഗ്ലീഷ് വേർഷനിൽ കുറച്ചുകൂടെ ആശയം ലളിതമാണ്. ഒറ്റ വായനയിൽ നമുക്കത് മനസ്സിലാകും. ഇൻ ദ മെഷർ ദാറ്റ് ഷീ ഗ്ലോറിഫൈഡ് ഹെർസെൽഫ് ആൻഡ് ലിവ്ഡ് ലക്ഷൂറിയസ്ലി, ഇൻ ദ സെയിം മെഷർ ഗീവ് ഹെർ ടോർമെൻ്റ് ആൻഡ് സോറോ. ലളിതമായൊരു വാചകമായതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. ഏതളവിൽ അവൾ ആഡംബരത്തിൽ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നോ അതേ അളവിലുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റ് വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ആഡംബരത്തിൻ്റെ അളവ് എത്രത്തോളം നമ്മൾ വിതയ്ക്കുന്നതിലുണ്ടോ അതേ അളവിലുള്ള കൊയ്ത്താണ് അനുവദിക്കപ്പെടുന്നത് എന്നുള്ളത് ദൈവവചനം എത്രയോ കൃത്യമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ വാക്യത്തിന് ഇത്രയും വിശദീകരണം പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവഭക്തിയുടെ മാർഗത്തിൽ തെറ്റായ ആന്തരങ്ങൾ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ മേഖലയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അങ്ങനെ അവനോട് കർത്താവ് ഉത്തരം പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞതായ 9-ാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ അനുഗമിക്കാനുള്ള ആഹ്വാനം അടുത്ത വ്യക്തിക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം വിശദീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി അത് വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ പകർന്നു പോയപ്പോൾ എന്നെ വളരെ ഭയപ്പെടുത്തിയതായ ഒരു സത്യമുണ്ട്. അതൊന്ന് എടുത്തു പറയണം എന്ന്
ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവനെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ഈ 59-ാമത്തെ വാക്യത്തിൽ അവനെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 60-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നാം അതിൻ്റെ ഒരു വ്യക്തത അവിടെ മനസ്സിലാക്കാനിടയായിട്ട് തീരുന്നത്. അപ്പനെ കുഴിച്ചിട്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ അവൻ പോട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ല. പിന്നെയോ അവന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം കർത്താവ് കൊടുത്തു എന്നുള്ളത് എത്രയോ വലിയ ദൈവകൃപയാണ്. അപ്പനോടാണ് അവന് സ്നേഹം, എന്നാൽ അവൻ പോട്ടെ എന്ന് കർത്താവ് വിചാരിക്കാതെ അവനോട് വളരെ ആർദ്രതയോടുകൂടി കർത്താവ് ഒരു ഉപദേശം നൽകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളതാണത്. എങ്കിലും ആ വാക്യം ഒന്ന് പറഞ്ഞ് പോകാം. 60-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അവനവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, കർത്താവ് അവനോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ആ വാക്യത്തിൻ്റെ വലിയ വിശദീകരണമൊന്നും ഈ പഠനത്തിൽ വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന ആളുകൾ ആ കാര്യം ചെയ്തോളും എന്ന് കർത്താവ് പറയുകയാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എല്ലാവർക്കും അറിയാമല്ലോ, അത് വായിക്കണമെന്നില്ലല്ലോ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ആ അർത്ഥത്തിലാണ് കർത്താവ് ഈ ഉപദേശം അവന് കൊടുത്തതായി നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അടുത്ത വാക്കാണ് ഞാനൊന്ന് പറയാനായിട്ട് ആദ്യം തുടങ്ങിയത്. എന്നിട്ട് അവനൊരു ഉപദേശം കൊടുത്തു. എന്തായിരുന്നു ഉപദേശം? നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യനെ എത്രയോ വലിയ ഉന്നതമായ ദൗത്യത്തിനു വേണ്ടിയാണ് ആര് വിളിച്ചത്? നമ്മുടെ കർത്താവ് വിളിച്ചത്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോട് ഓർത്തൊരു കാര്യം, ഇവനൊരർത്ഥത്തിൽ എന്തൊരു വലിയ ഭാഗ്യവാനാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് നേരിട്ട് വിളിച്ചിട്ടുള്ള ആളുകൾ തുലോം കുറവാണ്. നമ്മളൊക്കെ ആത്മീയമായിട്ട് ആ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. പക്ഷെ കർത്താവിൻ്റെ മനുഷ്യാവതാര നാടുകളിൽ അങ്ങനെ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആ ചെറിയ കൂട്ടത്തിൽ ഇവനും ഉൾപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് എന്തോരു വലിയ ദൈവകൃപയാണ്, എന്തു വലിയ ഭാഗ്യമാണ് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിടയായിട്ട് തീർന്നത്. ഇപ്പം ഞാൻ ആ വാക്ക് ചിന്തിച്ചപ്പോൾ ഓർത്തു, ഇവനെ കർത്താവ് വിളിച്ചാക്കിയതായ കാര്യം അവൻ നിർവഹിച്ചായിരുന്നെങ്കിൽ, അവൻ പോയി ദൈവരാജ്യം അറിയിച്ചിരുന്നെങ്കിൽ എത്രയോ പേരെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവന് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഒരാളെ കർത്താവ് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിയമിക്കുന്നു, വിളിക്കുന്നു എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിളി ഒരാൾക്ക് കിട്ടിയാൽ ആ വിളിയുടെ മഹത്വം അറിയുന്ന ആളുകൾ, വിവേകമുള്ള ആളുകൾ ഒരിക്കലും ആ വിളിയെ കളയുകയില്ല. കാരണം അത് അവൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ അനുഗ്രഹമാണ്. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ എങ്ങനെ ശോഭിക്കുമെന്നാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത്. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിളി ലഭിക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ പദവിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അവൻ്റെ ജീവിതത്തിൽ തന്നെ എന്തോ ഒരു വലിയ ലാഭമാണ് നഷ്ടമാക്കി കളയുവാൻ ഇടയായിട്ട് തീർന്നത്. അത് മാത്രമാണ്, അവൻ ആ വിളിയോട് അനുസരണം കാണിച്ചാൽ മറ്റെത്രയോ ജീവിതങ്ങൾ ദൈവകൃപയിലേക്ക് അവൻ മുഖാന്തരം വരാവുന്നതാണ്.
ഇവൻ പോയില്ല എന്ന് കരുതി കർത്താവ് വേറെ ആളുകളെ പിന്നെ അയക്കണ്ട കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. അപ്പം കർത്താവ് തൻ്റെ പദ്ധതി നിവർത്തിക്കും. ഒരാൾക്ക് അങ്ങനെ ഒരു വിളി കിട്ടി, ആ ആൾ പോകാൻ ഒരുക്കമല്ല, പിന്നെ കർത്താവിൻ്റെ പദ്ധതികളെല്ലാം അതെല്ലാം താറുമാറായല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കർത്താവ് അതിനുള്ളതായ ക്രമീകരണം തുടർന്ന് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നഷ്ടമാർക്കാണ്? പോകാനായിട്ട് ഒരുക്കമല്ലാതെ ഈ കൊച്ചു കൊച്ചു കാരണങ്ങളൊക്കെ പറഞ്ഞ് നിന്ന വ്യക്തിക്കാണ് വലിയ നഷ്ടം സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഓർപ്പിക്കുക, കർത്താവ് നമുക്ക് ഈ വിളിയും ഒക്കെ ഈ നാളുകളിലും തരുന്നുണ്ട്. നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞ് എത്രയോ പേരെ വിളിച്ച് കർത്താവ് വലിയ ദൗത്യം ഫലമേൽപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ആ ദൗത്യം, അതിനുള്ളതായ വിളി കിട്ടിയാൽ ആ വിളിയെ ഒരു പദവിയായി കണക്കാക്കി അതിനോട് അനുസരണം കാണിക്കുക എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏതൊരു കാര്യങ്ങൾ പരമേൽപ്പിച്ചിട്ടുണ്ടോ, വിശാലമായ അർത്ഥത്തിൽ മറ്റ് ജോലിക്കൊന്നും പോകാതെ കർത്താവിൻ്റെ വേലയ്ക്ക് സമയം വിനിയോഗിക്കത്തക്കവണ്ണം ഈ ആൾക്ക് കിട്ടിയതുപോലുള്ളതായൊരു വിളി ആളുകൾക്ക് കർത്താവ് ഇന്നും കൊടുക്കുന്നുണ്ട്. ദൈവസഭയിൽ ചില വേറിട്ട ഉത്തരവാദിത്വങ്ങൾ കർത്താവ് വിളിച്ച് നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആത്മീക പദവികളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഉഴപ്പാനിടയായിട്ട് തീർന്നാൽ, എനിക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്നൊക്കെ വിചാരിച്ച് കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെ അവഗണിക്കാനിടയായി തീർന്നാൽ കർത്താവിൻ്റെ കാര്യം വേറെ വഴിയിൽ നടത്തും. നമുക്ക് കിട്ടേണ്ട കിരീടം നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവനാ വഴിയിൽ ഒരു തടസ്സം പറഞ്ഞാണ് വരുന്നതെങ്കിലും കർത്താവ് അവനെ കറക്റ്റ് ചെയ്ത് ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ദൈവവചനത്തിൽ അങ്ങനെയുള്ള അനേക അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കയീൻ പാപത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ, അപ്പോൾ ഹാബേലിനെ കൊന്നിട്ടില്ല, പക്ഷേ കൊല്ലാനുള്ള പ്ലാൻ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം എന്ത് ആർദ്രതയോടുകൂടിയാണ് അവനോട് സംസാരിക്കുകയാണ്, അവന് അതിൻ്റെ ഗൗരവം ഓർപ്പിക്കുകയാണ്. വളരെ ശക്തമായ മുന്നറിയിപ്പും കൊടുത്തു. പാപം വാതിൽക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞ് എല്ലാ മുന്നറിയിപ്പും കൊടുത്തു. പക്ഷേ കയ്യിനത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. പാപം അവനെ കീഴടക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇവനും കർത്താവിന് കാര്യം ഈ ഉപദേശം കർത്താവ് കൊടുത്തെങ്കിലും അത് പ്രയോജനപ്പെടുത്തിയതായിട്ട് തോന്നുന്നില്ല. അതിനൊരു കാരണമുണ്ട്. 10-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അനന്തരം അവൻ വേറെ 70 പേരെ നിയമിച്ചു. അപ്പോൾ ഈ അവസരം കിട്ടിയ ആളുകൾ പുറത്തായിപ്പോയി എന്നുള്ളതാണ് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്കൊരു നിയോഗം ഏൽപ്പിച്ചാൽ, ദൈവസഭയിലൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ, ഒരു കൃപാവരം തന്നിട്ട് അത് ഉപയോഗിക്കാനുള്ള നിയോഗം നമ്മെ ഏൽപ്പിക്കാനിടയായിട്ട് തീർന്നാൽ അത് നമ്മുടെ തടസ്സം കൊണ്ട് ഉഴപ്പാനിടയായിട്ട് തീരരുത്. പിന്നെയോ അത് ഏറ്റവും കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആത്യന്തികമായ നഷ്ടം നമുക്കായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരു പ്രമാണം കൂടി ഞാൻ അവിടെ ഓർപ്പിക്കുകയാണ്. ഈ വേദഭാഗത്ത് നിന്ന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കാനിടയായിട്ട് തീർന്ന പ്രമാണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് 60-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതായ കാര്യം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അപ്പോൾ ഇവരെന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? കുഴിച്ചിടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. എന്നിട്ട് പറയുക, നീയോ പോയി ദൈവരാജ്യം അറിയിക്കാം. അപ്പോൾ ഈ മരിച്ച ആളുകൾക്ക് പോയി ദൈവരാജ്യം അറിയിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അവർക്ക് പറ്റുന്ന കാര്യമല്ല, പക്ഷെ ഇവന് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അവന് വളരെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്.
പക്ഷെ അവൻ കാത്തിരിക്കുന്നത് വേറെ ആളുകൾക്കും കൂടെ ചെയ്യാവുന്ന കാര്യത്തിൽ ഒരു പങ്ക് ജഡികമായ ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കുവാനായിട്ട് അവൻ കാത്തിരിക്കുകയാണ്. എന്തോ ഒരു വലിയ നഷ്ടമേറ്റെടുത്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രമാണം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്കും കൂടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സമയം പാഴാക്കരുത്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ്റെ വായനശുശ്രൂഷ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ഊന്നി പറഞ്ഞതായ ഒരു കാര്യമാണിത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ ഡൂയിങ് തിങ്സ് അതേഴ്സ് ക്യാൻ ഡു. മറ്റുള്ള ആളുകൾക്ക് കൂടി ചെയ്യാവുന്ന കാര്യം ചെയ്ത് നിൻ്റെ സമയം പാഴാക്കരുത്. അപ്പോൾ നിനക്ക് ചെയ്യാവുന്ന, നിനക്ക് മാത്രം ചെയ്യത്തക്കവണ്ണം ദൈവം പ്ലാൻ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ അത് അവഗണിക്കുന്നത് വലിയ നഷ്ടമാണ് എന്നുള്ളതായ കാര്യം കർത്താവ് ഈ വ്യക്തിയോട് വ്യക്തമായി ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ പ്രമാണം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിലുറ്റരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. കൃപാവരങ്ങളുള്ള ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചേർത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. മറ്റുള്ള ആളുകൾക്ക് ദൈവം കൊടുത്തുള്ള കൃപാവരങ്ങൾ അതെനിക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കാനോ അതില്ലാതിരിക്കെ തന്നെ അതിനുവേണ്ടി ബന്ധപ്പെടാനോ ഒക്കെ ഇടയായിട്ട് തീരുന്നത് നമ്മുടെ ജീവിതവും ശുശ്രൂഷയും ഫലശൂന്യമായി പോകുന്നതിന് കാരണമായിട്ട് തീരും. അപ്പം നമുക്ക് ദൈവം പങ്കിട്ട് തന്നിട്ടുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കാം ഞാനിത് പറയുമ്പോൾ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഓർക്കണ്ടോ? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ, അടുത്ത വാക്ക് ഓർക്കണ്ടോ? സുബോധമാകും വണ്ണം ഭാവിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നെ ഏതാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വളരെ കൃത്യമായി മനസ്സിലാക്കി ആ കൃപാവരം ജ്വലിപ്പിച്ച് അതിൽ ഉറ്റരിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അപകടം പറ്റാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. 61-ാം വാക്യത്തിൽ ഒരാളെ കൂടി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ പ്രതിപാദനത്തിൽ ഇവരെ ഈ 3 കൂട്ടരെ കുറിച്ച് ഒത്തിരി വിശദീകരണം പറഞ്ഞത് നിർബന്ധമില്ല. എങ്കിലും നമ്മൾ ഈ വേദഭാഗത്ത് വന്നതുകൊണ്ട് അതും കൂടെ ഒന്ന് ഓർത്തിട്ട് പോകാം എന്ന് കരുതുകയാണ്. വായിച്ചാട്ടെ 61-ാമത്തെ വാക്യം. അപ്പം അവിടെ നാം കാണുന്നത് ഓരോരുത്തരും വളരെ വ്യത്യസ്തരാണ്. അപ്പോൾ ഇവിടെയും ഇദ്ദേഹം വളരെ താല്പര്യത്തോടെ ഇങ്ങോട്ട് വരുന്നയാളാണ്. ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് കർത്താവിനോട് പറഞ്ഞതാണ്. ആദ്യത്തെ ആളും അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആളോടാണ് കർത്താവ് നീ എന്നെ അനുഗമിക്കുക എന്ന് നേരിട്ട് വിളിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അങ്ങനെ അനുഗമിക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു തടസ്സമുള്ള കാര്യവും കൂടെ പറയാനിടയായിട്ട് തീർന്നു. എന്താണ് തടസ്സം? ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം. പോവല്ലേ, എന്നാൽ പിന്നെ ഒരു യാത്ര പറഞ്ഞിട്ട് പോന്നാൽ പോരെ എന്ന് നമുക്ക് തോന്നും ഇത് വായിച്ചാൽ. പക്ഷെ അതല്ല അവിടെയുള്ള കാര്യം.
ഇവൻ പറയുന്നത്, ഞാൻ വീട്ടിലുള്ളവരോട് യാത്ര പറയുമ്പോൾ അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ എനിക്ക് നിന്നെ അനുഗമിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് എന്തോരം ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ, അവർക്ക് വളരെ വ്യക്തമായ ആത്മീക വെളിച്ചം കിട്ടിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, സ്നാനപ്പെടണമെന്നും ദൈവത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര എതിർപ്പ്, ഞാൻ വീട്ടിൽ ഒറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയാതെ പോയ എത്രയോ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വീട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തിയാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതായ വലിയ ആശങ്ക അവരെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ ആശങ്ക ഭരിച്ചാൽ അവർക്ക് ഒരിക്കലും കർത്താവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അപ്പം അതുകൊണ്ട് ഉദാഹരണത്തിന് ആവശ്യമില്ല, അത് മനസ്സിലാക്കുവാൻ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ വിശ്വാസത്തിൽ വന്ന കാര്യം ഞാനെപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കുന്നതായൊരു കാര്യമാണ്. ഭർത്താവും സഹോദരന്മാരും ഒക്കെ എതിരായിരുന്നിട്ടും അവരുടെ ആരുടെയും അനുവാദം കൂടാതെ സ്നാനപ്പെട്ട് മുമ്പോട്ട് പോകാനിടയായി എന്നുള്ളത് ഞാനെപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്നതായൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിൽക്കാൻ ഒരുക്കമുള്ളവർക്ക് മാത്രമേ കർത്താവിനെ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നമുക്ക് ഈ ദൈവം ചില ആത്മീക വെളിച്ചങ്ങളൊക്കെ തരുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് അത് ദഹിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ദൈവം തരുന്ന വെളിച്ചത്തോട് അനുസരണം കാണിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ കർത്താവ് ഒരു വെളിച്ചം തന്നാൽ, കർത്താവ് ഒരു വിളി തന്നാൽ അതിന് ഇടം വലം നോക്കാതെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നൽകിയിട്ടുള്ളതായ ഉത്തരവാദിത്വം. ഇവൻ്റെ തടസ്സം, അതിലൊരു വലിയ സത്യം ഞാനൊന്ന് എടുത്തു പറയാനായിട്ട് ശ്രമിക്കുക. 61-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ അവൻ പറയുന്ന വാക്കിലൊരു പ്രത്യേകതയുണ്ട്. ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയണം. ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അവൻ്റെ മുൻഗണന എന്താണ്? ആ വീട്ടിലുള്ളവരുടെ അനുവാദമാണ് മുൻഗണന. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനിയൊരു വലിയ സത്യം പറയാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന എന്നുള്ളത് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് എത്തിച്ചേരേണ്ടതായ ഒരു ലക്ഷ്യമാണ്. മുൻഗണന തെറ്റിപ്പോയാൽ വലിയ തകർച്ചയ്ക്കത് കാരണമായിട്ട് തീരും. ഗിരിപ്രഭാഷണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം 6:33 എന്താ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതിൽ ആ മുമ്പേ എന്നുള്ള വാക്യം മാറ്റിയാൽ ബാക്കി നമ്മുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാമെന്ന് വിചാരിച്ചാൽ ആ അന്വേഷിക്കുന്നതിൽ നമ്മുടെ കർത്താവ് പ്രസാദിക്കുകയില്ല. നമ്മുടെ കർത്താവ് കൊലോസ്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ സകലത്തിനും മുമ്പനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ആ മുൻസ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കാൻ തീരുമാനിക്കരുത്. പിന്നെയോ മുമ്പേ അതിന് സമയം കണ്ടെത്തിക്കൊള്ളണം. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും ആദ്യത്തെ സമയം കണ്ടെത്തിക്കൊള്ളണം. ആദ്യത്തെ സമയം കണ്ടെത്തുന്നവർക്ക് അതെന്നും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായി നിങ്ങൾക്കൊരു വരുമാനം കിട്ടിയാൽ
ആദ്യത്തെ പങ്ക് ആർക്ക് കൊടുക്കണം? കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊടുക്കണം. ചിലവെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ സാധാരണ ബാക്കി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ലളിതമായി മനസ്സിലാകാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. അതുകൊണ്ട് ആ വലിയ പ്രമാണം ഇവൻ്റെ വാക്കുകളിൽ നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. മുൻഗണന കർത്താവിനും കർത്താവിൻ്റെ വിളിക്കും കൊടുക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി 62-ാമത്തെ വാക്യത്തിൽ ഇവൻ്റെ ഈ നിലപാടിനോട് ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കർത്താവ് പറയുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകാം. 62-ാം വാക്യത്തിൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഇത് ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഈ പ്രയോഗം മനസ്സിലാകുമോ എന്നെനിക്കറിയാൻ പാടില്ല. ഈ കലപ്പയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ പരിചയമുള്ള വളരെ കുറച്ച് പേരെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പരിചയം ഉണ്ടെങ്കിൽ ഈ വാക്യം മനസ്സിലാകാനായിട്ട് കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ കലപ്പയും കാളയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അത് ആ പണി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് പേര് ഈ ക്ലാസ്സിൽ ഉണ്ട്. ഞാനും കുറച്ച് നാൾ ചെയ്യാനുള്ളൊരു അത്യാവശ്യം വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് വളരെ വളരെ സൂക്ഷ്മത ഉള്ളവർക്കും ആ കാളയെ നയിക്കേണ്ടതുപോലെ നയിക്കാനുള്ള പ്രാപ്തിയുള്ളവർക്കുമേ ഈ ജോലി നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇന്ന് പകൽ ഈ വായനത്തിന് വിരിക്കുമ്പോൾ ഓർത്തൊരു കാര്യമാണിത്. അപ്പോൾ ഈ കലപ്പ പിടിച്ചാൽ മുമ്പോട്ട് നോക്കിയാൽ തന്നെ നല്ല പരിചയമില്ലാത്തവർക്ക് നന്നായിട്ട് ആ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. മുമ്പോട്ട് നോക്കിയാൽ തന്നെ എല്ലാവർക്കും നന്നായി ചെയ്യാനായിട്ട് കഴിയില്ല. കർത്താവിടെ എന്താ പറഞ്ഞത്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഒരാൾ എങ്ങോട്ടാണ് നോക്കണത്? പുറകോട്ട് നോക്കുകയാണ്. എത്ര വിദഗ്ധനായിട്ട് ഈ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പുറകോട്ട് നോക്കിയാൽ മര്യാദയ്ക്ക് പണി നടക്കുമോ? ഒന്നും നടക്കില്ല. ഞാൻ ഓർത്തു, നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞതിലുള്ളതായ ആ ആശയ സമ്പുഷ്ടതയുടെ മുമ്പിൽ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോകുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് ഒരു കാര്യത്തിനായിട്ട് നമ്മെ വിളിച്ച് ആക്കിയാൽ, നമ്മെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും നന്നായി നിർവഹിക്കത്തക്കവണ്ണം എല്ലാ സൂക്ഷ്മതയോടും കൂടെ അത് നിർവഹിക്കാനായിട്ട് സാധിക്കണം. ഇടയ ശുശ്രൂഷയുടെ കാര്യം പറയുമ്പോൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു പ്രയോഗമുണ്ടല്ലോ. അവർക്ക് കൊടുക്കേണ്ട ആദരവിനെക്കുറിച്ച് പറയുമ്പോൾ 1 തിമോഥെയോസ് 5 പറയുന്നത് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, വിശേഷാൽ വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. അപ്പോൾ കർത്താവ് ഏൽപ്പിച്ചൊരു കാര്യം അത് ഏറ്റവും നന്നായി ചെയ്യാം. നന്നായി ചെയ്യാവുന്ന ഒരു കാര്യം എങ്ങനെയും ചെയ്യാം, ചീത്തയായിട്ടും ചെയ്യാം, മോശമായിട്ടും ചെയ്യാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ച് ആക്കുമ്പോൾ ആ കാര്യം കർത്താവിൽ ആശ്രയിച്ച് ഏറ്റവും നന്നായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. കർത്താവിൻ്റെ ഈ വാക്കിൽ ഞാൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവതരമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ സത്യം
വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഈ 3 വ്യക്തികളെ കർത്താവ് സന്ധിച്ചതിൽ നമുക്ക് നൽകുന്നതായ ആത്മീക പാഠം ഉൾക്കൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ സൂക്ഷ്മത പുലർത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ 3 വ്യക്തികൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഇവർ ചെയ്തില്ല കേട്ടോ, ചെയ്യാമായിരുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം ഇവർക്ക് പ്രായോഗികമാക്കുവാനായിട്ട് കഴിയുമായിരുന്നെങ്കിൽ ഇത് വളരെ നന്നായി ചെയ്യാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ വാക്യം വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ചില കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്, അതിനടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുകയാണ്. മത്തായി 10-ന്റെ 37-ാമത്തെ വാക്യം വായിക്കാം. എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ അവിടെ കർത്താവ് ഒരു വലിയ സത്യം പറഞ്ഞു. എനിക്ക് യോഗ്യനായിരിക്കണമെങ്കിൽ ഞാൻ ഏൽപ്പിച്ച കാര്യം ശരിയായിട്ട് ചെയ്യണം എന്ന് വരികിൽ അടിസ്ഥാനപരമായിട്ട് ഈ ഗുണം സൂക്ഷിച്ചോളണം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. നിങ്ങൾ ഈ വചനം എല്ലാവരും മനഃപ്പാഠം പഠിക്കണം. എന്നിട്ട് ഓരോ കാര്യങ്ങളും വരുമ്പോൾ, ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യം വരുമ്പോൾ ഇവിടെ എൻ്റെ പ്രിയം എൻ്റെ കർത്താവിനോടാണോ അതോ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ആളുകളോടോ വസ്തുക്കളോടോ ആണോ എന്നുള്ളത് വളരെ പരമാർത്ഥതയോടുകൂടി പരിശോധിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഈ വാക്യം ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ടൊന്ന് ഉത്സാഹിക്കാം. ഈ 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. ഈ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവിനുള്ളതായ സ്നേഹം അതായിരിക്കട്ടെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഘടകമായിട്ട് ഇരിക്കുന്നത്. അതാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഇവർക്കത് സാധിച്ചില്ല. അവസരം കിട്ടിയെങ്കിലും ഇവർ 3 പേരും അത് നഷ്ടമാക്കി. അടുത്ത വാക്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. 10-ാം അധ്യായം തുടങ്ങുന്നത് കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ദൈവം അവസരം തരും. അത് ഉപയോഗിച്ചില്ലെങ്കിൽ, അതിന് കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കിയാൽ ദൈവം തൻ്റെ കാര്യം വേറെ ആളുകളെ കൊണ്ട് നിർവഹിക്കും. നഷ്ടം നമുക്കായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാം. ഈ വിശദീകരണം എല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ നാമം, ആ നാമത്തിൻ്റെ മഹത്വം നമ്മൾ ഓർക്കുകയാണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത് എൻ്റെ നാമനിമിത്തം പഴി, പിന്നെ ഉപദ്രവം, പിന്നെ എല്ലാ തിന്മയും കളവായി പറയുക. ഈ നാമത്തോട് ഈ സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടാൽ ആ നാമത്തിനു വേണ്ടി ഏത് പഴി കേൾക്കുന്നതും ഏത് ഉപദ്രവം സഹിക്കുന്നതും ഒരു പദവിയായി കണക്കാക്കും. ഞാൻ അടുത്ത ക്ലാസ്സിൽ തെളിയിക്കാം, വേറെ ചില വാക്യങ്ങളിലൂടെ അത് തെളിയിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ചയിലേക്ക് ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ നയിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. ഈ നാമം എത്രയോ ഉന്നതമാണ്. ആ നാമത്തിൻ്റെ മഹത്വം സൂക്ഷിച്ച് വരുന്ന നാടുകളിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട്, ആ നാമത്തിനുവേണ്ടി എന്തും സഹിക്കാൻ ഒരുക്കത്തോടെ ജീവിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.